കലാപന്റെ കുട്ടിയുടെ മുടിയടിച്ചിലാണ് ഈ വരുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടോ? നേരത്തെ പറഞ്ഞ സൗണ്ടിൽ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഈ സിനിമ കാണാൻ പോകില്ല എന്തായാലും? ഇവിടുന്ന് എല്ലാവരും സിനിമ കാണാൻ പോകണം. മാർച്ച് 29 കോളേജ് കാണിക്കുന്ന എന്തായാലും ഈ സിനിമ കാണാൻ അച്ഛൻ എന്തായാലും നിങ്ങൾ എല്ലാവരും വിടുമെന്നുള്ള കാര്യത്തിൽ എല്ലാം ഉറപ്പാണ്. അച്ഛൻ ആദ്യം ഞാൻ ചോദിച്ച അച്ഛൻ്റെ അടുത്താണ് സിനിമ കാണാൻ കുട്ടികളൊക്കെ ഒന്ന് വിടണം, പഠിക്കുന്നതിനൊപ്പം തന്നെ സിനിമയെ കാണാൻ വിടുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ അതിൽ ഉള്ള മനസ്സുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ കോളേജിന്റെ പ്രൊമോഷനൊക്കെ ഈ സിനിമാക്കാരെയൊക്കെ ഇവിടെ വരുത്തുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് നമ്മളെ ഈ ആർട്ടിസ്റ്റുകളെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? ആരെയൊക്കെ വിളിക്കണ്ടത്? എല്ലാവരും വിളിക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനെയൊക്കെ ആദ്യം വിളിക്കാം. വിളിച്ചോളൂ. നമ്മളുടെ കോളേജിന്റെ ബാക്ക് ബോൺ ആയി നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സാർ എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്ത് സ്വാഗതം ചെയ്തേ. കൈയ്യടി നിർത്തണ്ടോ? നമ്മളിങ്ങനെ കൈയടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുള്ളൂ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ അഭിലാഷം ടീം, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൂടി നമ്മുടെ ഫുൾ ടീമിനെ സ്നേഹത്തോടെ. സിനിമയുടെ ഫുൾ ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിർമ്മല കോളേജിൽ വരണമെന്ന് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ രാവിലെ ഒരു കോളേജ് കഴിഞ്ഞിട്ട് നേരെ നിർമ്മല കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും സിനിമയെ കുറിച്ച് കൃത്യമായി പറയാൻ ഈ സിനിമയുടെ നായകന് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നായകന്റെ നമുക്കറിയാം സൈജു ഗ്രൂപ്പിന്റെ സിനിമകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ആയിരിക്കും. അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഒരു റൊമാൻറ്റിക് സിനിമ അഭിനയിക്കുക. അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാറുണ്ട്. അപ്പൊ സ്നേഹത്തോടെ സൈജു ഗ്രൂപ്പിനെ
വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. Hello everyone. Dear principal, teachers, staff, and my dear students. ഈ പോഡിയം ഉള്ളതൊരു സുഖമാണ് വെച്ചാൽ നമ്മളെ ഈ ഇത്രയും വരെയൊക്കെ ഇൻ്റർനെറ്റ് മറ്റേ മൈക്ക് വെച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭയങ്കര കോൺഷ്യസ് ആണ്. നമ്മുടെ ലോവർ ബോഡി എക്സ്പോസ്ഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതുള്ളത് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയാൽ. മൂവാറ്റുപുഴ എനിക്കൊരു പുതിയ സ്ഥലമല്ല. ഞാൻ ഇതിൽ പലപ്പോഴും പോകാറുണ്ട്, വരാറുണ്ട്. എനിക്ക് പല ഫ്രണ്ട്സിൻ്റെ കൂടെ പല പടത്തിൻ്റെ ഷൂട്ടിങ്ങൂടെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ അഭിനയിച്ച ഏറ്റവും വലിയ സിനിമയുടെ വിശേഷങ്ങളുമായാണ്. അഭിലാഷത്തിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് അഭിലാഷ് കുമാർ. എൻ്റെ ജോഡിയായിട്ട് വന്നിരിക്കുന്നത് തൻവീർ രാമാണ്. തൻവീർ രാമിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഷെറിൻ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷംസു സൈബ എന്ന് പറഞ്ഞ ഒരു മലപ്പുറംകാരൻ പയ്യനാണ്. ഇത് എഴുതിയിരിക്കുന്നത് കോഴിക്കോടുകാരനായ ഒരു പയ്യനാണ്, ജനിത് കാച്ചിപ്പള്ളി. ഇങ്ങനെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് കാസർഗോഡുകാരൻ്റെ ഒരു പയ്യനാണ്, ശ്രീഹരി. ശ്രീഹരിയുടെ മ്യൂസിക്കും ശ്രീഹരിയുടെ വോക്കൽസുമാണ് നിങ്ങളിപ്പം ഈ പാട്ടുകളിൽ കേട്ടത്. ശ്രീഹരിയാണത് പാടിയത്. ശ്രീഹരി നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് ആലപിക്കുന്നതായിരിക്കും. ഞാൻ ആലപ്പുഴക്കാരനാണ്, ചേർത്തല. തൻവി കണ്ണൂർ. അപ്പം മലബാർ കോൺസെൻട്രേഷനാണ്. പക്ഷേ നമ്മുടെ ഈ സെൻട്രൽ എന്ന് പറയുന്ന കൊച്ചിയിലെ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മിക്സ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട്സ് ആണ്. ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. പ്രണയം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ഇമോഷൻസ് ഒന്നാണ് പ്രണയം. പ്രണയിച്ചവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കും ഒക്കെ ഉള്ളൊരു സിനിമയാണ് അഭിലാഷം. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ഒരു മനക്കെട്ടി എനിക്കില്ലാത്തതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം യൂട്യൂബ് സർവേയിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിനകത്ത് കമൻസ് ഇട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പ് 17 to 25 ആണ്. അതിൽ വന്നിരിക്കുന്ന കമൻസ് ഭൂരിഭാഗം ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയാണ്. അപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സിന് ജെൻസി അവർക്കൊക്കെ ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അതിനകത്ത് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ഈ പാട്ട് കണ്ടതിന് ശേഷം ഈ പടം കാണാൻ തോന്നുന്നു. ഈ പടവും ഈ പാട്ടിനെ പോലെ തന്നെ മനോഹരമാണ്, മധുരം നൽകുന്നതാണ്. പിക്ചറൈസേഷൻ, സ്റ്റോറി, മ്യൂസിക്, എ ബ്ലെൻഡ് ഓഫ് ഓൾ ഗുഡ് തിങ്സ്. അതാണ് അഭിലാഷം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ കട്ടക്ക് വന്ന നമ്മുടെ 2 പ്രൊഡ്യൂസേഴ്സ് ആൻസരികയും ശങ്കർദാസ്. അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുവാണ്. ഇങ്ങനത്തെ ഒരു അവരുടെ സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിൻ്റെ ഫസ്റ്റ് പടമാണ്. അവർ ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി ചൂസ് ചെയ്തു. എന്നെ എൻ്റെ പ്രൊട്ടഗണിസ്റ്റായിട്ട് ഫിക്സ് ചെയ്തു, കാസ്റ്റ് ചെയ്തു. ഒരുപാട് നന്ദി. അപ്പം എന്തായാലും പാട്ട് ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് തോന്നാൻ ശ്രമിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് യൂട്യൂബ് പോയത് കാണുക. കണ്ടിട്ട് 29-ാം തീയതിയാണ് നമ്മുടെ പടം റിലീസ്. ബാക്കി കുറച്ച് വലിയ പടങ്ങളും അതിന് മുമ്പായിട്ടൊക്കെ റിലീസാവുന്നുണ്ട്. ആ പടം നിങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഉറപ്പായിട്ടും അഭിലാഷം പോയി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം എന്നുള്ള ഇമോഷനാണ് ആ സിനിമ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തീർച്ചയായും പോയി ഈ സിനിമ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു.
പ്രണയം കാര്യങ്ങളൊക്കെ ഈ കുട്ടികളോട് ഷെയർ ചെയ്യണം. ഇപ്പം സിനിമയുടെ ആധികാരികമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്കറിയാം, അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. ഇപ്പോൾ കേട്ടോ, നമുക്കിത് ഇതിനെക്കുറിച്ച് ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പ്രൊഡ്യൂസേഴ്സ് വേണം, അല്ലെ? അങ്ങനെ 2 പ്രൊഡ്യൂസർമാരാണ് ഈ സിനിമയ്ക്കുള്ള. രണ്ടുപേരും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കേട്ടോ, രാവിലെ ഒരു കോളേജ്, ഉച്ചയിൽ കോളേജ്, ഇന്നലെ ഒരു കോളേജ്, നാളെ വേറെ കോളേജ്. നിറയുണ്ടെങ്കിലും പ്രായമൊന്നും തോന്നിക്കില്ല, നല്ല എനർജിയോടെ ആ കോളേജിൽ പ്രൊഡ്യൂസർ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം എൻ്റെ തൊട്ടടുത്ത തൊടുപുഴയ്ക്ക് തൊട്ടടുത്ത് 10 കിലോമീറ്ററുള്ള നിർമ്മല കോളേജിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? കോളേജിൽ നമുക്ക് എറിയാൻ പറ്റും. അത്തരം ഒരു ക്രൗഡും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നു. നിർമ്മല കോളേജ് അത്ഭുതം തന്നെ. അത് നേരത്തെ കുറച്ച് പറഞ്ഞു, അത് സത്യമാണ്. അതങ്ങനെ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ ഞാനവിടെ നമുക്ക് ഭയന്ന് പോയി. ഞാൻ എങ്ങനെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മുന്നേ കൊടുക്കാം. ഹലോ, ഞാൻ തൊടുപുഴ പോകുന്നതും നിർമ്മല കോളേജ് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഫ്രണ്ട്സുകൾ എല്ലാവരും ഭയങ്കര നല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര രസമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ അഭിലാഷം ഈവനിങ് റിലീസാണ് 29th ഈ മാസം. എല്ലാവരും പടം കാണണം. താങ്ക് യു. ഈ സിനിമയിലെ പ്രൊഡ്യൂസറാണ്. അപ്പം അതിനെ രീതിയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. പുതിയ സിനിമ ഡയറക്ഷൻ ചെയ്യാണ്. ഈ വർഷം തന്നെ ഡയറക്ഷനിലേക്ക് പോകും. അതിൽ നല്ലൊരു വേഷവും ചെയ്യുന്നുണ്ട്. ആ ഡയറക്ഷനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ എൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ പ്രൊജക്റ്റ് അതിൻ്റെ പരിപാടിയിലാണ്. ജൂണിൽ തുടങ്ങും. അതിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. ഒരു ത്രില്ലറാണ് സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. ബാക്കി ഞാൻ പറഞ്ഞോളാം. ക്യാമ്പസിലേക്ക് ഇവർ രണ്ടുപേരും കൊണ്ടുവന്നതിന്റെ മെയിൻ പ്രൊഡ്യൂസർമാർ ഇവർ ഇവിടെ ഇരുന്നിട്ട് കുറേ ആളുകൾ നോക്കി കണ്ണിൽ ഇങ്ങനെ ഒട്ടത്തിരിക്കുന്ന. പക്ഷെ ഇവരുടെ സിനിമ വരുമ്പോൾ ചില ആളുകളൊക്കെ എവിടെ നിന്നാണ് കോള് വരുന്നത് നിങ്ങൾ. അപ്പൊ അതിന്റെ ഒരു ഉണർവും എനർജി ഇവിടെ ഉണ്ടെങ്കിലാണ് അടുത്ത സിനിമയിലേക്ക് ഇവരിങ്ങനെ ക്യാമ്പസ് കയറി നോക്കുന്നത് കുറെ കുട്ടികൾ. അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്താണ് അടുത്ത, അല്ല അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗൈഡ് എടുത്ത് നമുക്ക് ആരുടെ ഗൈഡിലാണ് സിനിമയെന്ന് പറയാൻ പറ്റില്ലോ. അങ്ങനെ ഉത്സാഹമായിട്ട് വരണം. അപ്പൊ താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ അഭിലാഷം സിനിമ ഞാൻ ഒന്നുകൂടെ മാർച്ച് 29 എമ്പുരാൻ സിനിമ 27 അതിനോടൊപ്പമാണ് ഞങ്ങൾ ഈ സിനിമയായിട്ട് വരുന്നത്. എമ്പുരാനും വിജയിക്കണം, അഭിലാഷവും വിജയിക്കണം. എമ്പുരാനോടൊപ്പം ഈ സിനിമ ഇറക്കാൻ പ്രൊഡ്യൂസർ കാണിച്ച ചങ്കൂറ്റം, അതോടൊപ്പം ഇതിന്റെ ഡയറക്ടർ കാണിച്ച ചങ്കൂറ്റം. അപ്പൊ ഡയറക്ടറിന് ആ സിനിമയെ കുറിച്ചും ഈ സിനിമയെ കുറിച്ചും പറയാനുണ്ടോ? ഡയറക്ടറിന് നല്ലൊരു കൈഡി കൊടുക്കാം. ഓക്കെ അല്ലേ? ചങ്കൂറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കയറി വന്നപ്പോൾ കണ്ട വൈബൊന്നും ഇപ്പം കാണുന്നില്ല, ബോറടിപ്പിച്ച. അല്ല സീരിയസ്ലി, ഞങ്ങളിപ്പം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പല കോളേജിലുണ്ടായ പ്രൊമോഷൻസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുൾ ടീമായിട്ട്. മുമ്പ് പലതവണ പല കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടെങ്കിലും കോളേജ് പ്രൊമോഷൻ അത്ഭുതമായിട്ട് തോന്നിയത് ഇവിടെ വന്നപ്പോഴാണ്. സീരിയസ്ലി കയ്യിൽ കുറച്ചുകൂടെ ആവാൻ തോന്നുന്നു. ഞാൻ പറയുന്നത് നിങ്ങളെ പറ്റിയാണ്. ഞങ്ങളുടെ ടൂലാർക്കും വളരെ അഭിപ്രായമൊന്നുമില്ല. ഞങ്ങളിവിടെ കയറി വന്നപ്പം ഞങ്ങൾക്കൊരു വാം വെൽക്കം. നിങ്ങളുടെ പ്രിൻസിപ്പാൾ ഒരു ഭയങ്കര രസമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്ത് ഇപ്പൊ പോലും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ച് നമ്മുടെ പടം റിലീസാകുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് ഇവർ ഈ പടം പോയിട്ടാണ്. നമ്മൾ പോയ പലയിടങ്ങളിലും നമുക്കത് അത്ര ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവര് പോവുക, നിങ്ങളും പോവുക. 29 റിലീസ്. പിന്നെ ഇതുകൊണ്ട് മറ്റേ ഹോളിഡേയ്സ് ആയിരിക്കും അല്ലേ? അപ്പൊ പിന്നെ ക്ലാസ് കണ്ട് ചെയ്യാൻ തന്നെ പോകാൻ പറ്റും. അപ്പം അഭിലാഷം പ്രേമത്തെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ്. നിങ്ങൾ നേരത്തെ കേട്ട പാട്ടില് കുറച്ചൊരു 90 കിഡ്സിന്റെ റൊമാൻസ് ഒക്കെ പറയുന്ന ഒരു പാട്ടാണ്. പക്ഷെ കഥ നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലാണ്. അത് നമ്മുടെ നായകനും ചെറുപ്പക്കാരമാണ്. ഇവിടെ ആർക്കെങ്കിലും പ്രേമമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? തുറന്നു പറയാത്ത ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? കോൺസെർട്ട് ഓഫീസ് ഉണ്ടോ? കോൺസെർട്ട് ഓഫീസ് ആരില്ല?
ഉണ്ടെന്നോ ഇല്ലെന്നോ കേൾക്കുന്നില്ല. ഒന്ന് കൈവെക്കാമോ? കോൺസെപ്റ്റ് ലവറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്ത് റിയാക്ഷൻ തെരുവിക്കുന്നല്ലോ. ആരായിരുന്നു മോനെ? പെട്ടെന്ന് തുറന്നു പറയണം. കാരണം തുറന്നു പറയാതെ ഒരു ഇഷ്ടം ഒരു 20 കൊല്ലം കാത്തുവെച്ച ഒരാളുടെ കഥയാണ് അഭിലാഷൻ പറയുന്നത്. അഭിലാഷിന് ഷെറിനോട് തോന്നിയൊരു ഇഷ്ടം, അഭിലാഷിന് ഓൺസൈഡായിട്ട് അതിങ്ങനെ വളർന്നു. അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 2ാമത് അവസരം ലൈഫിൽ കിട്ടുവാണ് ഒരുപാട് കാലം ശേഷം. അപ്പം എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിക്കൊള്ളുന്നില്ല. ഇഷ്ടം തോന്നിയാൽ തുറന്നു പറയാനുള്ള ചെങ്കോട്ട് കാണിക്കാം. പെമ്പിള്ളേർക്കും അതാണ് ഇഷ്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും അഭിലാഷം സിനിമ തിയേറ്ററിൽ പോയി കാണാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. ഇവിടുത്തെ ആളുകളുടെ ടിക്കറ്റൊക്കെ നമ്മൾ ഉറപ്പിക്കുവാണ്. അങ്ങനല്ലേ? എത്ര പേര് കാണുന്നു? അത് നിങ്ങളത് കൈവെക്കണം. അധികല്ലേ? ബാക്കിയുള്ളവർ കാണില്ല. ബാക്കി ഹൈദരത്തെ നിങ്ങൾ പടങ്ങി ആരംഭിക്കുള്ളൂ. അല്ല, എന്തായാലും ഒരു സിനിമ കാണുന്നത് ഒത്തിരി സന്തോഷമുണ്ടായി. നമുക്ക് ഈ സിനിമ കാണണം എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഒരു സിനിമ കാണണമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സംഭവങ്ങളും നടക്കാറുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ നായകൻ നമ്മളൊരാളായി മാറും, അല്ലെങ്കിൽ നായിക നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാളായി മാറും. ഇതിൽ ഓരോ കഥാപാത്രം നമ്മളായി മാറുമ്പോഴാണ് ആ സിനിമ വരുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമ കാണണം എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ ഒറ്റ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും മറ്റൊരു വലിയൊരു കലാകാരൻ, നമുക്ക് സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ കാണാത്തവരാരുമില്ല. ആ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് തന്ന ഒരു വലിയ ഒരു കലാകാരനാണ് നവാസ് വിളിക്കുന്നത്. നവാസ്, കമോൺ, നല്ലൊരു കൈ വരുന്നു. ഹലോ ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിന്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 29 നമ്മുടെ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ എന്താ പറയുക, മനസ്സ് നിങ്ങളോട് പറയണമെങ്കിൽ എന്തായാലും സിനിമ കാണണം. കാരണം ഒരുപാട് വലിയ പടങ്ങൾ ആ സിനിമയുടെ കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഭിലാഷം ആരും കാണാതിരിക്കരുത്. ആ പടം കാണണം, നമ്മൾ ഈ സിനിമയിൽ കാണണം. അത്രയും പറയാനുള്ളൂ. കാണൂലേ? ചോറിന് ക്ഷീണമാണ്. അല്ല, ക്ഷീണമല്ല. ചില ആൾക്കാർ നോക്കുന്നുണ്ട്, ചില ആൾക്ക് പരിപാടി എല്ലാം എൻജോയ് ചെയ്യണം. നോക്കുമ്പോൾ അവർക്കുള്ള നോക്കുമ്പോൾ അപ്പൊ അവർക്കുള്ള പ്രശ്നമല്ല. ഇങ്ങനെ കാണുമോ ചോദിച്ചില്ല. നമുക്ക് ആ വിനയ് ഫോർട്ടിന്റെ സൗണ്ടിൽ സിനിമ കാണുമെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ വിനയ് ഫോർട്ടിന്റെ സൗണ്ടിൽ സിനിമ കാണുമെന്ന് ചോദിക്കാം. അങ്ങനെയുണ്ട്, ഒരു മിമിക്രി ആവും, നമുക്കൊരു എനർജി ആവും. അങ്ങനെയാണ് നല്ലൊരു കൈ കൊടുത്താൽ അങ്ങനെ വരും. അങ്ങനെ ചോദിക്കാം. നോമ്പായിട്ട് മിമിക്രി കിട്ടും. ഞാൻ പാട്ട് പാടത്തെ മതി, ഒരാഗ്രഹമാണ്. ആദ്യത്തെ പാടാണ്. ഇപ്പൊ വരുമ്പോ നമ്മുടെ വാസുദേവ് മോൻ പറഞ്ഞു, നമസ്കാരങ്ങളൊരു പാട്ട് പാടും, ചിലപ്പോ അത് കുട്ടികൾ ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടെ ഒരു പാട്ട് പാടും, ഒരു നാടപ്പാട്ടാണ്. പാലോ പാലോ നല്ല നടപ്പാലും അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആരോരു പാലത്തിന്റെ തൂണേൽ നിന്നും പൊന്നോ എന്നൊരു വിളി കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എന്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, എന്റെ അമ്മ മണ്ണോട് മണ്ണായിരുന്നു. അപ്പം തന്നല്ലേ പറയാറുണ്ട്. താങ്ക് യു. ഒരു കാര്യം മനസ്സിലായി, നിങ്ങളൊക്കെ നല്ല മനസ്സിന്റെ ഉടമയാണ്. എല്ലാവരും ഈ പാട്ടിനൊന്നും കൈയ്യടിക്കില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. നല്ലൊരു കലാകാരനാണ്. ഈ സിനിമയിൽ നല്ലൊരു വേഷമാണ് നവാസ് ചെയ്ത് വെച്ച സിനിമകളെല്ലാം മനസ്സിൽ ആഴത്തിൽ തട്ടുന്ന കഥാപാത്രങ്ങൾ. അങ്ങനെയാണ് ഈ സിനിമയിലും നവാസ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇനി നമുക്കിനി പരിചയം ഷീതലിനെ ഞാൻ പരിചയപ്പെട്ട കാരണം നിങ്ങൾ കണ്ട സിനിമകൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്ന സീനുകൾ ഓർമ്മ വരും, ഇല്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനയിച്ച സിനിമ ഏതാണെന്ന് കത്തി എല്ലാവർക്കും ഏതാ? അതെ, ജയദേഹായിരുന്നു
സിനിമ. അതിനുശേഷം പ്രത്യേകിച്ച് റോൾസ് ആണെങ്കിൽ ഓസ്ലറിലും പാടിലും ഒക്കെ ചെയ്തു. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ സിനിമയാണ്. ഇതിൽ അഭിലാഷിൻ്റെ സൈറ്റാണ് ചെയ്ത ക്യാരക്ടർ. അഭിലാഷിൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞാൻ. ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ കൂടി അഭിലാഷിൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ്. ഇന്ന് ഈ കോളേജിൽ വന്നപ്പോൾ ഷംസുദർ പറയുന്നുണ്ടായിരുന്നു ഈ കോളേജിന്റെ വൈബ് അടിപൊളിയാണ്, ഇതുവരെ പോയതിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത് എല്ലാ കോളേജിലും പോയി പറയുന്നുണ്ട്, പക്ഷേ ഇല്ല, ഇന്ന് സത്യമായിട്ട് പറയാണ് ഇവിടെ ശരിക്കും അടിപൊളി വൈബാണ്. നിങ്ങൾ നല്ല ഞങ്ങൾക്ക് സപ്പോർട്ട് വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു സർപ്രൈസ് കിട്ടിയത്. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. നേരത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫാമിലി മെമ്പറാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പ് മീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഈശ്വര ഈ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അച്ഛൻ സിനിമയിലും വല്ല അഭിനയിച്ചതാണോ എവിടെയാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ക്ഷമിക്കുന്ന അച്ഛൻ, ഞാൻ മറന്നുപോയത് ചെറിയൊരു മറുപടി അതുകൊണ്ടാണ്. അപ്പം അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു സോരയുടെ കല്യാണത്തിന് കണ്ടായിരുന്നു. ആ ശരിയാണ്, അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്ത് കല്യാണത്തിന് പോയ ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ മറന്നു പോയി, ക്ഷമിക്കണം. അപ്പം ഒത്തിരി ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും ഇപ്പം കാണും എന്നൊക്കെ പറയുമെങ്കിലും കാണണം പ്ലീസ്. എമ്പുരാൻ ഇറങ്ങുകയാണ്. എമ്പുരാനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് അറിയാം. ഞാനും എമ്പുരാനായിരിക്കും ചിലപ്പോൾ പോകുക 27-ാം തീയതി ആദ്യം. പക്ഷെ സെക്കൻഡ് ആയിട്ടെങ്കിലും നമുക്ക് പ്രിഫറൻസ് തരിക. അഭിലാഷം പോയി കാണുക. ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അറിയിക്കുക. പിന്നെ ഇന്ന് തന്വി വന്നിട്ടില്ല. തന്വിക്ക് വേണ്ടി ഒരു ഹായ് എല്ലാവരും വേണ്ടി പറയുകയാണ്. താങ്ക് യു. പറഞ്ഞതുപോലെ എമ്പുരാൻ സിനിമ 27 നമ്മുടെ 27 കണ്ട ആളുകൾ 29 നമ്മുടെ സിനിമ കാണുമ്പോൾ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ സിനിമ മാർച്ച് 29. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാർച്ച് 29. പക്ഷെ ഇതിൽ 2 കഥാപാത്രങ്ങൾ പാട്ട് കണ്ടപ്പോൾ നമുക്ക് സൈജുവിന്റെയും തന്വിയുടെയും ബാല്യകാലം അഭിനയിച്ച 2 കലാകാരിയെ കണ്ടിരുന്നു. ആ 2 പേരും മലയാള സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ആ 2 പേരെ ഒരുമിച്ച് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതിക്കാം. പ്ലീസ് കം. 2 പേരും ഹലോ. നമ്മൾ കണ്ടല്ലേ ഇവരുടെ പ്രണയമൊക്കെ ആ പാട്ടിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടിരുന്നല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ശീതൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മളൊരു 8-10 കോളേജിൽ പോയി, പക്ഷേ ഏറ്റവും വൈബ് ഞാൻ കണ്ടത് ഈ കോളേജിലാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റൊമാൻസ് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുന്നേ 13 സിനിമ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ പുഴു എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ മോനായിട്ട്, മാനിക് എന്ന് പറയുന്ന സിനിമയിൽ ഫഹദിക്കയുടെ മോനായിട്ട്, MP ഗൗതമിന്റെ രഥം, അങ്ങനെ കുറച്ച് മൂവി. പിന്നെ 2019 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിന്നറാണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. സോ ആദ്യമായിട്ടാണ് ഞാൻ ഈ റൊമാൻറ്റിക് ടൈപ്പ് റോൾ ചെയ്യുന്നത്. അത് എന്നെ ഏൽപ്പിച്ചതിന് ശംസുക്കൊക്കെ നന്ദി. പിന്നെ ആദ്യമായിട്ടാണ് സൈജുവിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. സോ ഹാപ്പി. നിങ്ങൾ എല്ലാവരും മൂവി തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. 29-നാണ് റിലീസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു. അപ്പം മനസ്സിലായില്ല, ആളെപ്പോഴെല്ലാം പിടിയില്ല. ഈ വണ്ടി മിസ്സാണ്. ഒരു മിനിറ്റ്. അയ്യോ, മിസ്സിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടു. ആ അവാർഡ് വാങ്ങിയപ്പോ ഒരു എക്സ്പ്രഷൻ കണ്ടു. അല്ല അത്ര അപ്പോഴാണ് മനസ്സിലായത്. ആ പാട്ട് അല്ല 15 സിനിമയിൽ അഭിനയിച്ചു. അവാർഡ് കിട്ടിയപ്പോ ഞാൻ പ്ലസ് ടു തുടങ്ങി. താങ്ക് യു. അതാണ് ഞാൻ ആ മിസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മിസ് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതുവരെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് പ്ലസ് 2 ചോദിച്ചാണ് മിസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. ഇവിടെ ഒരു അഡ്മിഷൻ്റെ കാര്യമൊക്കെ ചോദിക്കാം. അച്ഛൻ ഒരു അഡ്മിഷൻ അല്ലെ, അച്ഛൻ ഇവിടെ അഡ്മിഷൻ കൊടുത്തു. എനിക്കിതൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എവിടുന്നാണ് ഇവിടെ ഒന്ന് അഡ്മിഷൻ എടുക്കാം? അതെ, നല്ല വൈബിളുള്ള കോളേജ്. ഞാൻ നോക്കാം. പ്ലസ് ടു കഴിഞ്ഞു. ആ അച്ഛൻ റെഡിയാണ്. അഡ്മിഷൻ തരും. ഇതിൽ കൂടുതൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അവിടെ നിൽക്കും. ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരുണ്ട്. നമസ്കാരം എല്ലാവരും. എൻ്റെ പേര് നിന്ന ഫത്തൂമി. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അഭിലാഷം. കവൻ പറഞ്ഞ പോലെ കുറെ മൂവിയൊക്കെ
എനിക്ക് അതിനുശേഷം ഞാൻ വേറെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പോകേണ്ട കോൺഫിഡൻസ് തന്നിട്ടുള്ള ഈ മൂവിയിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അഭിലാഷത്തിൽ ഷെറിനായി തന്നി ചേച്ചി ചെറുപ്പകാലം ചെയ്തിട്ടുള്ളത് ഞാനാണ്. ഞങ്ങളുടെ മൂവി ഈ 29th റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, അഭിപ്രായങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കണം. ഒരുപാട് നല്ല സോങ്സ് ഞങ്ങളുടെ മൂവിയിലുണ്ട്. എല്ലാവരും പോയി കാണൂലേ? പാട്ട് ഇഷ്ടമായോ? എല്ലാവർക്കും ഷെയർ ചെയ്യാം. താങ്ക് യു. അല്ല, ഈ ഇൻസ്റ്റയുടെ ഐഡി ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ. നമ്മൾ വയറിലായി നിൽക്കുന്ന ഒരാളാണല്ലോ. ചെറിയൊരു ഇൻഫ്ലുവൻസറാണ്. പറയൂ. അത് കേട്ടില്ല കറക്റ്റ് നിർത്തി പറയൂ. നമുക്ക് പോയിട്ട് നിർത്തിയെന്ന് പറയും. അതും ഈ മിസ് കുറിച്ചെടുത്തോട്ടോ. മിസ് ഓക്കെ ആണോ? മിസ് അത് കുറിച്ചെടുത്തിട്ടുണ്ട്. ആ തിരിച്ച് മിസ്സിന്റെ പേര് ഓക്കെ അല്ലേ? അപ്പം നല്ല 2 പേര് 11 സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യ സിനിമയിൽ ഈ സിനിമ വഴി 2 പേരും മലയാള സിനിമയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടാകാൻ പോകുന്ന 2 താരങ്ങൾ. എന്തായാലും സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ്. അതോടൊപ്പം ഈ സിനിമയിൽ വന്ന ഈ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പ് നൽകും. നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മൾ പാട്ട് കേട്ടു അല്ലെ? പാട്ട് കേട്ടപ്പോൾ ആ പാട്ടുകൾ മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഴിവാണ് ഈ പാട്ടുകൾ ഇത്രയും ടൈപ്പിലേക്ക് എത്തിക്കുന്നത്. ആ മ്യൂസിക് ഡയറക്ടർ ശ്രീഹരിയെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. കമോൺ. പാട്ടെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലെ? എല്ലാവരും പറയുന്നത്. ഇവിടെ നമ്മൾ പാടുമ്പോ മിസ് ഉൾപ്പെടെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ആരൊക്കെ കേട്ടതെന്ന് ആരെങ്കിലും നോക്കിയിരുന്നു? നമ്മൾ ഇന്ന് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ കണ്ടത്. എക്സാമിന്റെ സമയത്ത് കാണാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ. ശ്രീഹരി ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രണയമാണല്ലോ, മൊത്തത്തിൽ ഒരു പ്രണയ മൂടാണ് ഈ സിനിമ. ഈ പാട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ ശ്രീഹരിയുടെ പ്രണയം ആരെയായി ഓർമ്മ? സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കള്ളമെന്ന് പറഞ്ഞു എന്നെ വർഷങ്ങളായി സിംഗിളാണ്. അല്ല, ആരും ഓർമ്മ അങ്ങനെ അല്ല. പക്ഷെ ഒരു പ്രണയ മൂടാണല്ലോ. ആ പ്രണയ മൂടിന്റെ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ല. ഈ പാട്ട് അത്രമാത്രം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതെങ്ങനെയാണ്? എത്ര ദിവസത്തെ ഒരു വർക്കായി ഈ ഒരു പാട്ടിന് വേണ്ടി? ഈ ഒരു പാട്ടിന് വേണ്ടി ഇത് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് പാട്ടിന്റെ സ്കെച്ച് ആക്ച്വലി 2-3 ദിവസത്തിലായി. പാട്ടും 1 വീക്ക് കഴിഞ്ഞതാണ്. ഇത് എത്രാമത്തെ സിനിമയാണ് ശ്രീഹരിയുടെ? 3ാമത്തെ. ഇതിന് മുമ്പുള്ള സിനിമകൾ ഒന്ന് പേരും കൂടെ പറയാമോ? ആദ്യത്തെ സിനിമ ഞാനും സംശയം കൂടി ഒന്നും ചെയ്തതാണ്. മണിയറയിലെ അശോകൻ. അതിലെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? മറ്റേ മഞ്ചത്തി പെണ്ണെ അത് ഓടെങ്കിലും ട്രാക്കൊക്കെ സിദ്ധു പാടുക. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. പിന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ചാണ് നമ്മളൊരു ഫിലിം ചെയ്തു. ഇത് 3ാമത്തെ സിനിമ അല്ലേ? അപ്പം നമ്മളിവിടെ പ്ലേ ചെയ്തിരുന്ന സിനിമ നമുക്ക് ശ്രീഹരി പാടി തന്നെ ഒന്ന് കേൾക്കണ്ടേ? അങ്ങനെ തന്നെ കേൾക്കണമല്ലോ. ശ്രീഹരി പാടുമ്പോൾ അതിനോടൊപ്പം സൈജു കുറുപ്പിനോടൊപ്പം ഡാൻസ് ചെയ്യാൻ ധൈര്യമുള്ള ഒരാളെ തരുമല്ലോ. ആ പാട്ടിൽ സൈജു കുറുപ്പിനോട് ഡാൻസ് ചെയ്യാൻ ധൈര്യമുള്ളവർ തരും. ഒരു പേരാണ് വേണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളുണ്ട്. നല്ല ഡാൻസറാണ്, തൊഴിലുടക്കാരിയാണ്, എൻ്റെ ബന്ധുവാണ്. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ അച്ഛാ, അലി എന്ന് പറഞ്ഞ അലിയുടെ മോള് ഒന്ന് വരുമോ? എൻ്റെ നാട്ടുകാരുടെ തൊട്ട അയൽവാസിയാണ്. അവൾ നല്ല ഡാൻസ് ചെയ്യുന്ന എനിക്കും അറിയാം. അപ്പം ഈ പാട്ടിന് ശൈലിയോടൊപ്പം ഡാൻസ് ചെയ്യാനാണ് വിളിച്ചത്. റെഡിയാണോ? ഇതാണ് എൻ്റെ ഫ്രണ്ടിന്റെ മോളാണ്. അച്ഛാ ഇവിടെ ഞാൻ പഠിക്കുന്നത്. ആ പൂവൊന്ന് തരുമോ? ഞാനൊരു പൂവൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഇത് ഫുൾ ഡാൻസ് ആണ് കേട്ടോ. ഇടയ്ക്ക് 2 മിനിറ്റുകൾ സൈസോട് നിർത്താനൊക്കെ നമ്മൾ ഒരിക്കലും നിർത്തരുത്. അത് നിർത്താനൊക്കെ സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം.
പെൺകുട്ടികൾ എന്തിനാ പോകുന്നത്? ആൺകുട്ടികളോടൊപ്പം അന്ന് സംസാരം കഴിഞ്ഞ് തിരിച്ച് നല്ല കയ്യിലോട്ട് കയറി. അപ്പൊ നിങ്ങൾ ചമ്മി പോകില്ലേ? വരൂ. അത് ലാസ്റ്റ് പറയുന്നത് ഓടിപ്പോന്നു. അവിടെ അടിയൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ സംസാരിക്കാൻ നിങ്ങളിവിടെ ഇരിക്കും. അപ്പൊ പ്രിൻസിപ്പളിന്റെ നല്ല വാക്കുകളൊക്കെയാണ്. നിർമ്മല കോളേജിലേക്ക് വേണ്ടി ഇന്ന് നമ്മുടെ മുഖ്യ അതിഥികളായെത്തിയ അഭിലാഷം സിനിമയിലെ നായകനും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഷൈജു കുറുപ്പും അദ്ദേഹത്തിൻ്റെ പുതിയ അഭിലാഷം സിനിമയുടെ ഡയറക്ടറും നിർമ്മാതാവും മറ്റ് സംഗീത സംവിധായകരും അതിൽ പ്രധാന പരവേഷങ്ങൾ അഭിനയിച്ച കലാകാരന്മാരും ഇന്ന് നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ നിർമ്മല കോളേജ് ഓട്ടോണമസിലേക്ക് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കലയാണ് സിനിമ എന്ന് നമുക്കറിയാം. ഈ പുതിയ നൂറ്റാണ്ടിൻ്റെ കലയാണ്. മനുഷ്യജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കല കൂടിയാണ്. നമുക്ക് സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ അനുദിന ജീവിത പ്രവർത്തനങ്ങളെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാധ്യതയില്ല. അത്രയും സ്വാധീനം സിനിമ നമ്മൾ ചെലുത്തുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ വസ്ത്രധാരണത്തെയും നമ്മുടെ ഭക്ഷണക്രമത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന കവിത്വം ഇന്ന് ഈ കല വളർന്നിരിക്കുകയാണ്. ഇതിനോട് വലിയ ആഭിമുഖ്യം ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുസമൂഹത്തിനിടയിലുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട സിനിമകൾ അഭിനയിക്കുന്ന നല്ല ഒരു നടനാണ് ഷൈജു കുറുപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും ആഹ്ലാദവും വിദ്യാർത്ഥികൾ അവിടെ കാണുകയും പല ഫിലിം ഫെസ്റ്റുകൾ ഇവിടെ അവതരിപ്പിക്കുകയും പ്രധാനമായും നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ മറ്റു പല സംവിധായകരുടെ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിച്ചു. ഈ വർഷവും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുതിയ സിനിമകൾ അവർ താല്പര്യപ്പെട്ട് സിനിമയുടെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മിലെ കുട്ടികൾ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സിനിമ കാണുകയും സിനിമ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് അഭിപ്രായം തുറന്നു പറയുകയും അതോടൊപ്പം തന്നെ അഭിനയത്തിലും മറ്റു കലാരംഗത്തൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസാണ് നിർമ്മല. അപ്പോൾ ഈ നിർമ്മലയിലേക്ക് കടന്നു വന്ന അഭിലാഷം ടീമിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ സിനിമകൾക്ക് എല്ലാ വിജയാശംസകളും നിർമ്മല കുടുംബത്തിന്റെ പേരിൽ നിർമ്മല കോളേജിന്റെ പേരിൽ ഞാൻ നേരുന്നു. ഒരിക്കൽ കൂടി ഈ കോളേജിലെ ഈ ദിവസം നിങ്ങൾ വന്നതിന് സന്തോഷം അറിയിച്ചുകൊണ്ട് നിർമ്മല കോളേജിന്റെ എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരിലുള്ള ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചൊല്ലുന്നു. അച്ഛൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ടു കാര്യങ്ങളുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് അച്ഛനോട് ഒരേ പാട്ട് നല്ല താളം പിടിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് സ്പോർട്സിലല്ലേ അച്ഛൻ സ്പോർട്സിലൊക്കെ അച്ഛൻ ആണ്, അതറിയില്ലല്ലോ. അതുകൊണ്ട് കലാകാരനാണ്. സിനിമയിലൊന്നും പോകാൻ കാണിച്ചിട്ടില്ല, പക്ഷെ സിനിമ എന്ന് വെച്ചാൽ വലിയ പ്രിയമാണ് അച്ഛൻ. എനിക്കറിയാം അച്ഛൻ പാട്ട് പാടും, ക്രിക്കറ്റ് കളിക്കും, ബാസ്കറ്റ്ബോൾ കളിക്കും, എല്ലാം. അച്ഛൻ ആദ്യം പ്രസംഗം അച്ഛൻ്റെ 2 ലൈൻ പാട്ടെടുക്കുന്നത് കേൾക്കണം ആഗ്രഹമുണ്ട് അച്ഛൻ. തീർച്ചയായും ഏത് പാടണം മക്കളെ? ഏത് പാടണം? അച്ഛൻ ഇഷ്ടമുള്ള പാട്ടാലേ? ഓക്കെ. അമ്പലപ്പുഴ സ്നേഹമുള്ളവരെ, നിർമ്മല കോളേജിൽ നമ്മളിവിടെ ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു കോളേജാണ് നിർമ്മല കോളേജ്. ദൃശ്യം സിനിമയുടെ സംവിധായകൻ ജിത്തു ജോസഫ് ഈ കോളേജിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്. ആട്ടം സിനിമയുടെ സംവിധായകനും ഈ കോളേജിന്റെ വിദ്യാർത്ഥിയാണ്. ഒരുപാട് കലാകാരന്മാരെ നിർമ്മിച്ച ഒരു കലാലയമാണ് നിർമ്മല കോളേജ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സിനിമാക്കാരെ സ്വാഗതം ചെയ്യാനായിട്ട് നിർമ്മല കോളേജിന് ഒരു പരിഭവമില്ല, ഒത്തിരി സന്തോഷം, അഭിമാനമുള്ളൂ. ഈ അഭിലാഷം സാറിനെയും ടീമംഗങ്ങളെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും സിനിമ കാണും.
എന്തായാലും നമുക്ക് ഈ ഒരു 5 പേർക്ക് ഈ ഇരിക്കുന്ന ടീമിൽ ആരോടും എനിക്ക് ചോദ്യം ചോദിക്കാം. അവിടെ അവസ്ഥ 5 പേർക്ക് പെട്ടെന്ന് നമുക്ക് പരിപാടി അവസരം. ആദ്യം ഇവിടെ ആരോ ചോദ്യം ചോദിക്കുന്നത് പറയാനല്ലേ ചോദിച്ചോ. ഞങ്ങൾക്ക് സൈജു ചേട്ടൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആട് മൂവിയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ്, ഫസ്റ്റ് പാർട്ടിലോ സെക്കൻഡ് പാർട്ടിലോ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാം. സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അത് അത്ര തൊട്ടല്ലോ ഫസ്റ്റിനോട് പറയാം. ഷാജേട്ടാ ഇവിടെ കഴിഞ്ഞ ഉടനെ കൈപ്പെടുന്നതിനെ പോലെ അത്രയ്ക്ക് മുന്നിൽ ഒരു വീട്ടിലെ വണ്ടി കയറ്റി സാർ. താങ്ക് യു. ആട് 3യുടെ ഷൂട്ടിംഗാണ് എപ്പോഴും തുടങ്ങുകയാണ്. ആട് 3 ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം നമുക്കല്ലേ. ആട് 3 ഏപ്രിൽ ലാസ്റ്റ് വീക്ക് നമ്മുടെ ഷൂട്ട് തുടങ്ങുകയാണ്. 4 months വലിയ ഷെഡ്യൂളാണ്. ഒരു വലിയ ബഡ്ജറ്റിലുള്ളൊരു സിനിമയാണ്. എല്ലാ കഥാപാത്രങ്ങളും വീണ്ടും 1ലും 2ലും ഉണ്ടായിരുന്ന മിക്ക കഥാപാത്രങ്ങളൊക്കെ വീണ്ടും വരുന്നു. ഡിസംബർ എനിക്ക് ക്രിസ്മസ് റിലീസ് ആയിരിക്കും സിനിമ. വീണ്ടും തന്നെ റിക്വസ്റ്റ്, നിങ്ങൾ എന്തായാലും സിനിമ പോയി കാണണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇപ്പം ഫാദർ പറയുന്നത് 26-ാം തീയതി നിങ്ങളുടെ ഇത് തുടങ്ങുന്നു, എക്സാംസ് തുടങ്ങുന്നു. ഏപ്രിൽ 15 വരെയുണ്ട്. അപ്പം ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പോയ കോളേജിൽ ഞാൻ ഒരു കാർന്നോരെ പോലെ ഇങ്ങനെ എക്സാമിൻ്റെ സമയത്ത് സിനിമ കണ്ടൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി എണീറ്റെന്ന് പറഞ്ഞു, എക്സാം സമയത്താണ് നമ്മൾ കൂടുതൽ സിനിമകൾ കാണുന്നത് ഈ ജനറേഷനിലുള്ള ആൾക്കാർ. അങ്ങനെയാണോ? ഓക്കെ, എന്തായാലും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ ആൻസർ തന്നത്. അപ്പൊ നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് മാർച്ച് 29 നമ്മുടെ പടം റിലീസാവുന്നത്. 29 തൊട്ട് കുറച്ച് ദിവസത്തേക്ക് നീണ്ടു കാണുമല്ലോ, അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഒന്ന് റിലാക്സ് ആവാൻ അഭിലാഷം എന്ന് പറയുന്ന സിനിമ ഉറപ്പായിട്ടും പോയി കാണുക. താങ്ക് യു. ഒരു കാര്യം ചോദിച്ച് അവസാനിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചാൽ റൊമാൻറ്റിക് നായകനായി ആദ്യമായിട്ടാണ് സിനിമയിൽ എത്തുന്നത് എന്ന് പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ശൈജയുടെ ജീവിതത്തിലെ പ്രണയം എങ്ങനെയായിരുന്നു? എൻ്റെ പലതവണ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം സ്ട്രൈക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം എല്ലാം വൺ വേ ട്രാഫിക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വൺ വേ ട്രാഫിക് എൻ്റെ സൈഡിൽ നിന്ന് ഈ കഴിഞ്ഞ കാലം, ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ എൻ്റെ സ്കൂളിൽ പഠിച്ചതും പിന്നെ കോളേജിൽ പഠിച്ചൊക്കെ 1-2 പെണ്ണുങ്ങൾ പറഞ്ഞിരുന്ന അവർക്ക് എന്നോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതപ്പോൾ അവർക്ക് അന്നേ പറയാൻ പാടില്ലായിരുന്നു. അന്നേരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന് ഞാൻ അതിനകത്ത് ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെ 2 പേർക്ക് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ വലിയ മൈക്കിലും പോയില്ല, അന്നേരം എൻ്റെ മൈക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ 1-2 പേരെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ഞാൻ അത്ര കേപ്പബിൾ ആണെന്ന് ഉള്ളൊരു ഫീലിംഗ് വന്നില്ല. കേപ്പബിൾ ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ അറ്റ് ലാസ്റ്റ് 23-ാം വയസ്സിൽ വീണ്ടും ഞാൻ ഒരു ട്രൈ കൂടെ നടത്തി. അങ്ങനെ ഇന്നെൻ്റെ ഭാര്യ അനുഭവയെ ഞാൻ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഓക്കെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഞാൻ കല്യാണം കഴിച്ചു. ഇത്രയുള്ള പ്രേമകഥ. പിന്നെ മോളെ നല്ല സ്മൈലാണ് കേട്ടോ, നല്ല ശരിയാണ്. പിന്നെ സാധാരണഗതിയിൽ ഈ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇൻട്രോ തരുമല്ലോ കോളേജിൽ, മോള് വന്ന പോലെ ജനറലി വിക്കിപീഡിയ നോക്കിയിട്ട് ആണ് അവർ സൈനിക് ഗ്രൂപ്പ് ആൻഡ് ഇന്ത്യൻ ആക്ടർ who does movies in Malayalam and sometimes movies in Tamil. He is from Cherthala, Kerala എന്ന് പറഞ്ഞുകൊണ്ട് വിക്കിപീഡിയയിലാണ്. അപ്പോൾ അതല്ലാണ്ട് താങ്കളുടെ ഒരു ശൈലിയിൽ അത് പറഞ്ഞത് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമതൊന്നും അവതരിപ്പിച്ചത്. എന്തായാലും സഹിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഒരു സ്നേഹ സമ്മാനം കൂടെ സഹിച്ചിട്ടുണ്ട്. നിർമ്മലയുടെ കലാകാരനായിട്ടുള്ള IMST സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന വിഷ്ണു സഹിച്ചിട്ട് ഒരു ഫോട്ടോ വെച്ച് ഫ്രെയിം ചെയ്തിട്ടുണ്ട്.
ഒരുപാട് നന്ദി. ഇതൊരു ഭയങ്കര സുഖമാണ്. ആക്ച്വലി എൻ്റെ മേപ്പടി എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒരു ബ്ലൂ ഷർട്ടിൻ്റെ ഒരു ഫോട്ടോ നോക്കി പരിസാണ് വിഷ്ണു. വിഷ്ണു, നിങ്ങളെല്ലാവരും കൂടെ നമ്മുടെ കോളേജിൽ എല്ലാവരും അഭിലാഷം കണ്ടിട്ട് അഭിലാഷം ഒരു ഹിറ്റായി മാറുകയാണെങ്കിൽ അടുത്തൊരു വേദിയിൽ നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിഷ്ണു അഭിലാഷത്തിലെ എൻ്റെ ഒരു പോർട്രേറ്റ് എനിക്ക് വരച്ചു തരണം. ഫ്രെയിം ഞാൻ ജയിച്ചോളാം. ആ ചെലവുകൾ എടുക്കണ്ട. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ഒന്നുകൂടെ പറഞ്ഞ അഭിലാഷ സിനിമ മാർച്ച് 29 റിലീസാണ്. ഞങ്ങൾ ഇവിടെ നിന്നിപ്പോൾ യാത്ര തിരിക്കുകയാണ്. നിങ്ങൾ കാണിച്ച സ്നേഹത്തിലും നിങ്ങൾ കാണിച്ച വാക്കുകൾക്കും നിങ്ങളുടെ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ഇന്ന് നിർമ്മല കോളേജ് മൂവിന്റെ വിജയാഘോഷത്തിന് വേണ്ടി ഞങ്ങൾ ഈ കോളേജിൽ വീണ്ടും എത്തേണ്ടതാണ്. ഈ കോളേജ് അത്ര പ്രിയമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ വരുമെന്നും ഉറപ്പ് നൽകി